ഫേസ്ബുക്ക് ഇന്ന് നമുക്ക് സൂപ്പർ ഹിറ്റാണ്. ഫേസ്ബുക്കിന് മുമ്പ് ഓർക്കുട്ട് ഉണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മളുടെയൊക്കെ ഒരു 10 വർഷം മുമ്പ് ഓർക്കുട്ടായിരുന്നു അന്ന് എല്ലാവരുടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. അത് കഴിഞ്ഞ് ഓർക്കുട്ട് മരിച്ചുപോയി, ഫേസ്ബുക്ക് ഇന്ന് ഹിറ്റായി. പക്ഷേ യുണീക്ക് ഐഡിയ, ഒറിജിനൽ ഐഡിയ വാസ് ഫ്രം ഓർക്കുട്ട്. അതുപോലെ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഒരു ബിസിനസ്സായിട്ട് സക്സീഡ് ചെയ്തു. പക്ഷേ അതിൻ്റെ ഐഡിയ അതിനു മുമ്പ് സ്റ്റീവ് ജോബ്സും ആപ്പിളും ചെയ്ത മാക്കിൻ്റെ കോപ്പി ചെയ്തും, മാക്കിൻ്റെ ബിസിനസ് ഐഡിയയുടെ ടിപ്പിക്കൽ കോപ്പിയാണ് വിൻഡോസും മൈക്രോസോഫ്റ്റും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു യുണീക്ക് ഐഡിയ ആവണം എന്നോർത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഈ പറയുന്ന ഇറാഷണൽ ഗ്രോത്ത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന ഇപ്പം കേരളത്തിലെ സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന 250 സ്റ്റാർട്ടപ്പ് ഇനീഷ്യേറ്റീവുകളിൽ എനിക്ക് പലതും അറിയാം. ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ് എത്രയോ എണ്ണം ഉണ്ട്. പലതും ടേക്ക് ഓഫ് ചെയ്യുന്നില്ല, പലതും സ്ലോ ഗ്രോത്താണ്. അപ്പം നമ്മൾ ഈ പറയുന്ന പാരാമീറ്ററൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ഫിൽട്ടർ ഔട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊന്നും ലെറ്റ്സ് നോട്ട് വറി അബൌട്ട് all these pure theoretical filtering and all, but rather we can have an inclusive thinking where we support the entire ecosystem. ആൾക്കാരെ ഇതുപോലുള്ള സമൂഹത്തിന് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഗുണം ചെയ്യുന്ന ഏത് ബിസിനസ്സും ഏത് രീതിയിലുള്ള പ്രോഡക്റ്റും സർവീസും അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, അതിനുള്ള സപ്പോർട്ടിങ് മെക്കാനിസം ചെയ്തു കൊടുക്കുക. അങ്ങനെയുള്ള ഒരു അപ്രോച്ചായിരിക്കും റിയലിസ്റ്റിക് ആൻഡ് പ്രാക്ടിക്കൽ നമ്മുടെ കേരള കോണ്ടെക്സ്റ്റിൽ വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം, ശിവശങ്കർ പറഞ്ഞതിനോട് ഞാൻ 100%, 101% യോജിക്കുകയാണ്. കാരണം നമ്മളുടെ കോളേജുകളിലും എന്നൊക്കെ പഠിച്ചിറങ്ങുന്ന, ഞാൻ പലപ്പോഴും ക്യാമ്പസ് ഇൻ്റർവ്യൂ നടത്തുമ്പോൾ എനിക്കറിയാം, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അവർ എംപ്ലോയബിൾ അല്ല, അവരുടെ സ്കില്ല് അപ് ടു ദ മാർക്കറ്റ് ലെവലിലായിട്ട് വരുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പം ഈ ഒരു സ്റ്റാർട്ടപ്പിനുള്ള ഒരു ട്രെയിനിങ് ആണ് അവിടെ അതൊരു ലേണിംഗ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. അല്ലാതെ അവിടെ നിന്നൊരു യൂണിക്കോൺ ബിസിനസ് വരും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ദാറ്റ് ഈസ് ടു മച്ച്. അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും നല്ല കാര്യം. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ലെറ്റ് ദം ഫെയിൽ, ലെറ്റ് ദം ലേൺ ടു ഫെയിൽ, ലെറ്റ് ദം ലേൺ ടു വർക്ക് ഇൻ എ ടീം. ആ ഒരു ടീമിങ്, ഒരു മാർക്കറ്റ് റിസർച്ച് ചെയ്യുക, ഒരു പ്രോബ്ലം ഫൈൻഡിങ്, മാർക്കറ്റിലേക്ക് ഇറങ്ങി പ്രോബ്ലം ഫൈൻഡ് ചെയ്യുന്നു, അതിനുള്ള ഒരു സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചിന്തിക്കുന്നു, ആ ഒരു തോട്ട് പ്രോസസ്സ് തുടങ്ങുന്നു, ഒരു ടീമായിട്ട് 5-10 പേര് കൂടി ഒരു ബിസിനസ് മോഡൽ ഉണ്ടാക്കുന്നു. അതിനെപ്പറ്റിയൊക്കെ അത്രയും ചെയ്ത് അവർ ഡേ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ലെറ്റ് ദം ഫെയിൽ, ലെറ്റ് ദം അത് വി ഷുഡ് എൻകറേജ് ദാറ്റ്. അതൊരു നമ്മളുടെ നമുക്ക് മലയാളികൾക്ക് ഇല്ലാത്ത ഒരു ആന്ത്രപ്രനർഷിപ്പ് കൾച്ചർ നമുക്ക് പഠിക്കാനുള്ള ഒരു വേദിയാണ് കോളേജുകളിലെ ഇതെല്ലാം. അത് തീർച്ചയായിട്ടും എൻകറേജ് ചെയ്യപ്പെടണം, എല്ലാ കോളേജുകളിലും ചെയ്യണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. സോ വിനോദ്, ഞാനിവിടെ നിർത്തുകയാണ്. എനിക്കൊരു തിരക്കുകൊണ്ട് ഞാൻ മൂവ് ചെയ്യാണ്. ഞാൻ ഈ ചർച്ചയെല്ലാം കേൾക്കുകയായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. നമുക്കറിയാം, എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്റ്റാർട്ടപ്പ് എല്ലാവർക്കും ഉള്ളതാണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഉള്ളതല്ല. പക്ഷേ നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു യൂസ് കേസ് ടെക്നോളജി, അല്ലെങ്കിൽ ഒരു ഭാവിയിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ഐഡിയ ആയിട്ട് വന്നാൽ അതിനെ ഒരു സ്റ്റാർട്ടപ്പ് ആക്കി മാറ്റുന്നത് നമ്മുടെ ഗ്രോത്തിനും അതോടൊപ്പം അതിനെ ഒരു സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഓരോ വ്യക്തികളും ഇൻഡിവിജ്വലാണ്. ഇൻഡിവിജ്വൽസിനെ നമുക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റുന്ന, സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് ആ ഒരു ഐഡിയയെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അതിനെ സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കാം. അങ്ങനെ ചെയ്യുന്നവർ അവരുടേതായ റിസർച്ച് നടത്തിയിട്ട് വേണം നമ്മൾ വരാൻ. എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ഞാൻ ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇനി ആരെങ്കിലും സ്റ്റാർട്ടപ്പിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് നോക്കുക. നമ്മൾ ഇനി മറിക്കാൻ പോകുന്ന ടെക്നോളജികളിലേക്ക് നോക്കുക, ഡിസ്റപ്റ്റീവ് ആയിട്ടുള്ള ടെക്നോളജിയിലേക്ക് നോക്കുക. ആ ഒരു പോയിന്റ് കൂടെ എനിക്കിവിടെ പറയാൻ തോന്നുന്നു. വേറെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഒരുപാട് വലിയ ആൾക്കാർ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും ഞാൻ ചോദിക്കുന്നു, എത്രയോ യുവജനങ്ങൾ ഫണ്ട് കിട്ടാതെ ഈ സ്റ്റാർട്ടപ്പിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പം കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, എല്ലാ കമ്പനികളും ഇത്ര പെർസെൻറ്റേജ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പനികളുടെ ലാഭത്തിൽ നിന്ന് ഒരു വിഹിതം ഈ സ്റ്റാർട്ടപ്പ് പോലെയുള്ള സംരംഭങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ എത്രയോ പുതിയ പുതിയ ആശയങ്ങൾ, എത്രയോ പുതിയ പുതിയ സംരംഭങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകും, എത്രയോ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്നുള്ള കാര്യം കൂടെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അഭിസാർ പറഞ്ഞതുപോലെ അദ്ദേഹം പക്ക പ്യുവർ ഫൈനാൻസിലാണ് പറഞ്ഞത്. 1x 3x ഗ്രോത്തും പ്രോഫിറ്റും എല്ലാം ഉണ്ട്. പക്ഷേ
നമ്മൾ ഇന്ന് കണ്ടെത്തിക്കൊണ്ടിരുന്ന നമ്മൾ ഈ പുതിയൊരു ഐഡിയ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അതിന് കസ്റ്റമർ ബേസ് അല്ലെങ്കിൽ യൂസ് കേസ് ഉണ്ടെങ്കിൽ ഈ 1x 3x 5x ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ പിന്നെ ഫോർ എക്സാമ്പിൾ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, സർക്കാരിൻ്റെ ലെവലിലുള്ള സപ്പോർട്ട് എന്തേലും കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം കൂടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം താങ്ക് യു. താങ്ക്സ് മാത്യൂസ്. വിനോദ്, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഷുവർ ഷുവർ. സി നമ്മളിതൊരു ഒരു പ്യൂറിസ്റ്റ് ആയിട്ട് സ്റ്റാർട്ടപ്പ്, എന്തിനെ സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കണം, അല്ലെങ്കിൽ എന്തിനെ സ്മോൾ ബിസിനസ് എന്ന് വിളിക്കണം, എന്തിനെ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് വിളിക്കണം എന്നുള്ളത് ഇസ് എ ലെസ് ഓഫ് എ പ്രോബ്ലം. ഞാൻ ഫൗണ്ടേഷണലി ആ സ്റ്റാർട്ടപ്പ് എന്താണ്, ഗ്രോത്ത് ആണ് സ്റ്റാർട്ടപ്പിന്റെ കോർ എന്ന് സ്ട്രെസ് ചെയ്തതിനൊരു റീസൺ ഉണ്ട്, റൈറ്റ്? ആ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, and that's very important. When do you basically create a growing company? When you can deploy technology to basically make it scalable and non-linear. അതായത് നമ്പർ ഓഫ് ഹെഡ് കൗണ്ടിലും റിസോഴ്സ് കൺസ്ട്രെയിൻസും ഇല്ലാതെ സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന പവർ കൊണ്ടുവരുന്ന ടെക്നോളജി ഡിപ്ലോയ്മെന്റ് ഉണ്ടാവുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇറാഷണൽ ഗ്രോത്ത് ഉണ്ടാവത്തുള്ളൂ. Now അങ്ങനെ ടെക്നോളജി ഉണ്ടാവണമെങ്കിൽ യു at the very core of it you need solid engineering to go in. So growth is directly tied to the quality of engineering that you can create. These are not different things, right? Your product has to lend itself towards growth. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ foundationally, if we want to basically chase growth, at the very core of it we have to focus on engineering, and engineering is growth to a large degree. Our foundational bit becomes absent when you take the growth mindset away, that you are not engineering for growth, right? Which is kind of what the basics of growth is, and the foundation engineering on the way you build systems, right? The way you build technology, the way you build teams, the way you build culture, processes. This is all being done with growth in mind, right? Our standpoint, we have to push the needle and get there for more and more disruptive things to happen. But because at the end of the day, you need people and systems which are structured for growth. From engineering solve if we need people who are good at engineering, right? Then we need to have a growth oriented thinking. That's kind of why I thought അതുകൊണ്ടാണ് ആ സ്റ്റാർട്ടപ്പ്, ആ ഡിഫറൻസിയേഷൻ ഇമ്പോർട്ടന്റ് ആവുന്നത്. Because for building a normal business which makes profit, you don't need a lot of engineering. For building a business which grows like 10% every year, you do not need engineering to be at the core of it. But for building a business which basically grows 5% week on week, you need engineering to be your best friend and driver, which means you need to have superb engineers created. It becomes an existential need. And we progress, right? And the culture gets better, teams get better, people become more ambitious. So at the core of this lies engineering. Sorry, Vin. No, thanks Abhi. I think ഈ ഗ്രോത്ത് എന്നുള്ള ആസ്പെക്ട് വളരെ ആൾക്കാർ അധികം ഡിസ്കസ് ചെയ്യാത്തൊരു പ്രശ്നമുണ്ട്. കാരണം ഓർഗനൈസേഷനിലൊക്കെ there is a role റോൾ തന്നെ ഉണ്ടായിരുന്ന if it is correct is ഈ യൂസർ നമ്പർ കൂട്ടുക എന്നുള്ളതാണ്. His only thing was increasing the growth, not growth of the company, growth of the user base, number of people using Facebook or advertisers using Facebook and all those kinds of stuff. ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്നുള്ളത് കുറേ കാലമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഗ്രോത്ത് മൈൻഡ് സെറ്റ്. പക്ഷേ അത് എപ്പോഴും എന്താണ്, ഇപ്പം വൺ തിങ് that I really I mean that struck me when Abhi said is that ഈ ഗ്രോത്ത് എന്നുള്ള ആസ്പെക്ട് മാത്രമല്ല, നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഗ്രോത്ത് എന്നുള്ള കാര്യം ആലോചിക്കേണ്ട ആവശ്യമില്ല. അതിങ്ങനെ റൺ ചെയ്തുകൊണ്ട് പോകും. There are companies that have been run for 10 years, 15 years without really having a growth, but people are surviving. Now സർവൈവർ അല്ല, ഇപ്പം ഞാനൊരു കമ്പനിയിൽ തുടങ്ങിയിട്ട് കുറേ കാലം ചെയ്ത് കഴിഞ്ഞിട്ട് at one point I looked back and asked, if I was working, would it have been made a difference? I mean, yes, if I was working, it was better off.
ഈ നീറി ജീവിക്കുന്നതിന് വലിയ കാര്യമൊന്നുമില്ല. അപ്പം അങ്ങനെയും കൂടെ കാര്യങ്ങൾ നോക്കണം സ്റ്റാർട്ടപ്സിന്. ആൻഡ് ഐ എം നോട്ട് ഓൾസോ ട്രൈങ് ടു ഡിസ്കറേജ് പീപ്പിൾ ടു ഡു ഇറ്റ്, ബട്ട് നോട്ട് എവ്രി വൺ. സ്റ്റാർട്ടപ്പ് എല്ലാവർക്കും ഉള്ളതാണോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പലരും ചർച്ച ചെയ്യാതെ പോയ ഒരു കാര്യം കൂടെ ഉണ്ട്. സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത് എല്ലാവർക്കും ഉള്ളതാണോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല അവിടെ. സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ജോലി ചെയ്യാൻ തന്നെ എല്ലാവരും പ്രാപ്തരല്ല എന്നുള്ള കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കണം. കറക്റ്റാണ്. അപ്പൊ ഇവിടെ ഞാൻ മിസ് ചെയ്തത്, മനഃപൂർവ്വം മിസ് ചെയ്തൊരു സംഭവം ഉണ്ട് അവിടെ. സ്റ്റാർട്ടപ്പ് എല്ലാവർക്കും ഉണ്ട്. സ്റ്റാർട്ടപ്പ് തുടങ്ങുക എന്നുള്ളതല്ല, നമ്മളത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. സ്റ്റാർട്ടപ്പിൽ ജോലി ചെയ്യാൻ എല്ലാവർക്കും പറ്റുമോ? അതന്നെ പറ്റുന്നില്ല. അപ്പം പിന്നെ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ഒരു സംഭവം എവിടെയാണ് വരുന്നത്? ആൻഡ് ഐ ജസ്റ്റ് വാണ്ടഡ് ടു പുട്ട് ദാറ്റ്, സീ ഇഫ് ദാറ്റ് കോൺവെർസേഷൻ വുഡ് കം. ബട്ട് ഐ തിങ്ക് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഡു ഇറ്റ്. ആൻഡ് ഇന്ന് എനിക്ക് കുറച്ച് സമയമുണ്ട്. സോ വി ഗോയിങ് ടു കണ്ടിന്യൂ ദിസ് കോൺവെർസേഷൻ എ ബിറ്റ് മോർ. ആൻഡ് അരുൺ, വിനീത്, നിങ്ങൾക്ക് അവിടെ തന്നെ നിൽക്കാം. യു ക്യാൻ ബി ദെയർ. പക്ഷേ ഞാൻ ഐ എം ബാക്ക്. സോ ഞാൻ കൃഷ്ണനിലേക്ക് കിടക്കാം. കുറച്ചുകൂടി ആളെ ആഡ് ചെയ്യല്ലേ? വന്നിട്ടുണ്ട്. നിതിനെ ഒന്ന് വിളിക്കുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് അഗൈൻ സ്റ്റാർട്ടപ്പിന്റെ ഒരു ഇതുള്ളതുകൊണ്ട് he raised his hand, but others also you can call in other people also. ഒരു ഓർഡറിലേക്ക് വിളിക്കാം. അതൊരു 5 ഓർഡർ അങ്ങ് വിളിച്ചോളൂ. കൃഷ്ണൻ പറയൂ. നമസ്കാരം സർ. ഞാനൊരു FMCG കമ്പനി നടത്തിയിട്ട് ഞാനൊരു സ്റ്റാർട്ടപ്പിലേക്ക് മൂവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോ എൻ്റെ ഒരു കേസ് സ്റ്റഡിന്ന് മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സാറിനോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം, സ്റ്റാർട്ടപ്പ് എല്ലാവർക്കും ഉള്ളതാണോ എന്ന്. അത് നമുക്ക് ഒരു പാഷനുള്ള ആളുകൾക്ക്, എന്റർപ്രണർഷിപ്പ് ഒരു പാഷനായ ആളുകൾക്കാണ് സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത് നന്നാവുന്ന എൻ്റെ ഒരു അഭിപ്രായം. അതേപോലെ തന്നെ നമുക്ക് ഒരു ഡിസ്റപ്റ്റീവ് മോഡല് കണ്ടെത്തുക, അതേപോലെ തന്നെ അതിൻ്റെ ഒരു സ്കെയിലപ്പ് ഓപ്പർച്യൂണിറ്റി, അതിനൊരു ടീം ബിൽഡ് ചെയ്യുക. ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നും കൂടുതൽ ചർച്ചയിൽ വന്നിട്ടില്ല. എന്തായാലും അത് ചർച്ചയിൽ തുടർന്ന് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് കൃഷ്ണൻ. അടുത്ത് നിതിൻ ഉണ്ട്. ഈ നിതിനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് നിതിൻ ഇങ്ങനെ. യെസ്, ഗോ അഹെഡ് അബി. സോറി, ഞാനിത് പറയൂ. See, passion is not a big thing. It's perhaps it's one of the most overrated things in a startup either. What you need is skills, right? Passion is secondary to skills. You have to be good at it, right? Passion alone won't take you far along. Passion is a transient state. It keeps changing with your age, life conditions, people you meet. You become passionate about one thing today and it can change. What you need is skills to complement it, right? And consistency of those skills, to be able to consistently apply those skills. So adoru in the prasna, each of these things where we have fixed notions, there is an antithesis and an orthogonal point of view on almost everything, where we can go on as for it as a separate topic, right? I just wanted to state that at a high level, passion is secondary to skills, or is not the only thing that matters. And skills are more equally important, right? Clinical skills. അതെ. ആൻഡ് ഐ തിങ്ക് സി പാഷൻ്റെ ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ് ഈസ് വെരി, എന്താ പറയുക, അത് ഉണ്ടാകുമ്പോൾ തന്നെ അത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഈ പാഷൻ കിടക്കുന്നത്. പാഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അത് വേറെ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല. ഈ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ബേസിക്കലി ടേക്കിംഗ് യു ഫ്രം ഇറ്റ് ഈസ് ആക്സെപ്റ്റിംഗ് എ പൊസിഷൻ ഓഫ് വെരി അൺകംഫർട്ട് ആൻഡ് ദെൻ മൂവിങ് ടു എ പൊസിഷൻ ഓഫ് ബീങ് കംഫർട്ടബിൾ വിത്ത് സംതിങ്. ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ്. പാഷൻ വളരെ ലെസ് പെയിൻഫുൾ ആണ്, സ്കില്ല് കുറച്ച് പെയിൻഫുൾ ആണ് എക്വയർ ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഇതാക്കാനും. അപ്പോൾ ആൾക്കാരെപ്പോഴും മൂവിങ് ടുവേർഡ്സ് വാട്ട് ഈസ് മോർ കംഫർട്ടബിൾ ഫോർ ദം. പാഷൻ ബിക്കംസ് എൻ ഈസിയർ തിങ് ടു ബി സ്പോക്കൺ ആൻഡ് സ്കിൽ ഇസ് ലെസ് സ്പോക്കൺ. സ്കില്ലില്ലാത്തതിൻ്റെയാണ് പലപ്പോഴും ബിസിനസ്സുകൾ പലപ്പോഴും അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ്സ് പലപ്പോഴും സ്കില്ലായിട്ടുള്ള ആൾക്കാരെ കിട്ടാത്തതുകൊണ്ട് പൊളിയുന്നുണ്ട്, സ്കില്ലില്ലാത്തതുകൊണ്ട്. അപ്പോൾ സ്കിൽ ബിക്കംസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് സ്കിൽ ട്രെയിനിങ് ആണ് വേണ്ടത്. പാഷൻ ആരെയും ട്രെയിൻ ചെയ്തിട്ട് എടുക്കുന്നില്ലല്ലോ പാഷൻ. സോ നമ്മളെ കൊണ്ട് സോഷ്യൽ ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടിയാണെങ്കിൽ ആൾക്കാർക്ക്, ഇഫ് യു റിയലി വാണ്ട് ടു ഡു ഗുഡ്, വെദർ ഇറ്റ് ഇസ് വർക്ക് ഓർ വെദർ ഇറ്റ് ഇസ് എ ബിസിനസ് ഓർ വാട്ട് എവർ ഇറ്റ് ഇസ്, യു ഹാവ് ടു ബിൽഡ് ദ സ്കിൽസ്. യു ഫൈൻഡ് പീപ്പിൾ who have the skills. If you don't have a skill, you kind of fill the gap.
that thanks Abhi for pointing out the skill part. And passion is important. It's not that passion is not important, but yes, skill is what really make or break it. നിതിന് വന്നിട്ടുണ്ട് കേട്ടോ. Can I Nitin, add something here? Can I add something here? ഒരു രണ്ടാൾക്കാരും കൂടെ കഴിഞ്ഞിട്ട് വരട്ടെ. We can അല്ല, come to you. There, ഈ ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ അതിൽ ആഡ് ചെയ്യാന്ന് uh, വിചാരിച്ചു. sure. Yeah, so hello everyone. എൻ്റെ പേര് ചന്ദ്രവദന, ഡോക്ടർ സി വി. So ഞാൻ I agree to what Abhi just said now. Basically ഇതിനൊരു recently I read a book by Cal Newport. അതിൽ what he says is about a craftsman mindset as versus passion mindset. In fact, passion mindset എന്ന് പറയുന്നത് it is അത് കുറച്ച് അത് enduring അല്ല, അത് long termൽ പോവില്ല എന്നാ പറയുന്നത്. Whereas craftsman mindset is more about growth mindset, where we take responsibility of our competency building. Skill എന്ന് പറയുന്നതിനേക്കാളും ഒരു next level ആണ് competency എന്ന് പറയുന്നത്, wherein you have to develop yourself into such an extent that ഒരു basic skill ൽ നിന്നും next level you become automatically competent ആകുക എന്ന് പറയുന്നത്. അപ്പം സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഓൺടർപ്രണർഷിപ്പിലും അതുപോലെ തന്നെയാണ്. നമ്മൾ തുടങ്ങുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഒരു ബേസിക് സ്കിൽസ് മാത്രമേ ഉണ്ടായെന്ന് വരികയുള്ളൂ. പക്ഷെ ആസ് വി ഗ്രോ, ആസ് വി ഡു മോർ ആൻഡ് മോർ മിസ്റ്റേക്സ്, ആസ് വി ഗ്രോ ആൻഡ് ആസ് വി ലേൺ things, I think we become more competent, and then that's how you become a craftsman in the field of entrepreneurship. അതുവരെ പേഷ്യന്റ് ആയിട്ട് വെയിറ്റ് ചെയ്യാനും ട്രൈ ചെയ്യാനും ഉള്ള ഒരു കേപ്പബിലിറ്റി ഒരു ഓൺടർപ്രണർ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അൺഫോർച്ചുനേറ്റ്ലി അവിടെയാണ് നമ്മളുടെ ഇക്കോസിസ്റ്റത്തിലും അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലും the moment somebody makes a failure, we consider it as a big failure. അയാളുടെ ജീവിതത്തിൽ ഫെയിലിയർ ആയിട്ടാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. Whereas ഇപ്പം മറ്റു രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഫെയിലിയേഴ്സ് ആർ സെലിബ്രേറ്റഡ്, ഫെയിലിയേഴ്സ് ആർ കൺസിഡേർഡ് ആസ് നോർമൽ വേ ടു പാത്ത്, ആൻഡ് ഒരു എൻകറേജിങ് ഇക്കോസിസ്റ്റം പലപ്പോഴും കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ ഇതുപോലത്തെ ചർച്ചകളിലും ഒക്കെ ഐ തിങ്ക് വി ഷുഡ് talk about the risk of starting up, of course, but at the same time, as rightly pointed out, competency എങ്ങനെ entrepreneursൽ ഡെവലപ്പ് ചെയ്ത് അവരെ ആ റിസ്ക് മൈൻഡ് സെറ്റ് ഓവർകം ചെയ്യാനുള്ള ഒരു എന്താ പറയുക റിസ്ക് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്ത് അറ്റ് ദ സെയിം ടൈം അവരുടെ കോമ്പീറ്റൻസിയിൽ ഫോക്കസ് ചെയ്ത് ഗ്രോ ചെയ്ത് വരാനുള്ള ഒരു ഇക്കോസിസ്റ്റവും കൂടെ സപ്പോർട്ട് സിസ്റ്റവും കൂടെ ഡെവലപ്പ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. That's it. Thank you. Thanks, doctor. See, ഒന്നും കൂടെ അതിൽ ആഡ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ one of the things that we talk about startups and everyone is that ഈ സ്കിൽസ് ഉള്ള ആൾക്കാർ അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പിനും ഒരു എക്കോസിസ്റ്റമിനും സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ സ്കിൽസ് ഓഫ് ദ ഓൺടർപ്രണർ ഓർ ദ സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ഓർ ദ ഇനീഷ്യൽ കോ ഫൗണ്ടേഴ്സ്. ഇറ്റ് ഈസ് അബൌട്ട് ആൾക്കാരെ ഹയർ ചെയ്യാൻ അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ യുവർ സ്റ്റാർട്ടപ്പ് വിൽ നോട്ട് സർവൈവ്, ഇറ്റ് വോണ്ട് എക്സിസ്റ്റ് ഇൻ എ പ്ലേസ്. അപ്പം സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ടത് സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആവാൻ വേണ്ടിയിട്ട് മാത്രമല്ല, സ്റ്റാർട്ടപ്പിൽ ജോലി എടുക്കാനോ ഒരു കമ്പനിയിൽ ജോലി എടുക്കാനോ ഒക്കെ സ്കില്ലുള്ള ആൾക്കാർക്ക് ആവശ്യമുള്ളൂ. No one is going to hire a person, and we have to look at both from not just starting a startup, it's also startups being able to hire people, able to get a job. ഈ സംഭവങ്ങളൊക്കെ ഫാക്ടേഴ്സ് ആണ്. സോ ആ ഒരു സാധനത്തിന് ഇപ്പോൾ ഒരാളെ ഹയർ ചെയ്യുന്ന സമയം നമ്മൾ പാഷൻ്റെ മുകളിലല്ല ഹയർ ചെയ്യണം. ആദ്യം സ്കില്ലുണ്ടോ നോക്കി കഴിഞ്ഞിട്ട് പിന്നെ പാഷൻ ഇല്ലെങ്കിൽ ഹയർ ചെയ്യില്ല ചിലപ്പം. ഇഫ് ദേ നോട്ട് ഫിറ്റ് ഇൻ ടു ദ കൾച്ചർ യു മൈറ്റ് നോട്ട് ഹയർ. ബട്ട് സ്കില്ലുണ്ടോ നോക്കി കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ബെഞ്ച് മാർക്ക് അവിടെ ഇതാക്കുന്നത്. പല സമയത്തും റെസ്യൂമേസ് നോക്കിക്കഴിഞ്ഞിട്ട് എത്ര മഞ്ഞുണ്ട് നോക്കിയിട്ട് റിക്രൂട്ടർ എടുക്കണം തന്നെ. കീവേഡ് വരെ ഒരു ഇത് വരുന്നുണ്ട്. സോ ഇമാജിൻ ദാറ്റ് എ പേഴ്സൺ ഹാവിംഗ് ദ സ്കിൽ ആൻഡ് എക്സ്പീരിയൻസ്, ഇഫ് ദേ ഡോണ്ട് റൈറ്റ് എ റെസ്യൂമേ പ്രോപ്പർലി യു കാൻറ്റ് ഈവൻ കൺവിൻസ് ദ ഫസ്റ്റ് ലെവൽ ഓഫ് പീപ്പിൾ ഹൂ മൈറ്റ് നോട്ട് ഗെറ്റ് യു ഇൻ ടു ദ ഡോർ. അപ്പോൾ ഇതിൽ ഒരു വലിയൊരു പ്രോസസ്സ് ഉണ്ട് ഈ സാധനത്തിൽ. എക്കോസിസ്റ്റം ഇസ് ബിൽഡ് നോട്ട് ജസ്റ്റ് ബൈ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ലൈക്ക് മേ ബി അബി ഓർ എനിവൺ യുനോ. അത് അവർ മാത്രമല്ല ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുന്നത്. ഇറ്റ്സ് ഓൾസോ ദ പീപ്പിൾ ദാറ്റ് വർക്ക് ഇൻ ദ ഓർഗനൈസേഷൻ. ഇറ്റ്സ് ഓൾസോ അതിൻ്റെ ചുറ്റുമുള്ള കുറേ സംഭവങ്ങൾ അതിന് മാറ്റർ ഉണ്ട്. അപ്പോൾ അതിന് ഈ സംഭവത്തിനെക്കുറിച്ച്, സ്റ്റാർട്ടപ്പിനെക്കുറിച്ച്, സ്റ്റാർട്ടപ്പ് കൾച്ചറിനെക്കുറിച്ച്, ബിസിനസ്സിനെക്കുറിച്ച്, അവിടെ വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ച്, ആസ് എ കരിയർ നമ്മളെ ഗ്രോത്തിനെക്കുറിച്ച് ഇതൊക്കെ ഡിസ്കഷനിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ വരുള്ളൂ. ആൻഡ് ഇപ്പോൾ ക്ലബ് ഹൗസിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ദ റീസൺ ഐ എം ഹാവിങ് ദീസ് കോൺവെർസേഷൻസ് ഓൺ എ ഡെയിലി ബേസിസ് ടു എൻഷുർ that confusion gets into the people, and people are too damn comfortable with their silly certainties, and there is a damn lot of confusion out there which you have to really live through. അത് അവിടെ വരാൻ വേണ്ടിയിട്ട് ഇവിടെ ഇല്ല. ഇവിടെ ആൾക്കാർക്ക് ഒരിക്കലും സോൾവ് ചെയ്യാൻ പറ്റാത്ത സൊല്യൂഷൻസിനെ പറ്റി സംസാരിക്കുക എന്നുള്ളതാണ്. മതമുണ്ടോ, ദൈവമുണ്ടോ, ഇതൊക്കെ നമ്മൾ പോയി സംസാരിക്കണതാണ്. അല്ലാന്നല്ല ഈ സാധനത്തിലൊന്നും ഒരിക്കലും
ഈ ദുനിയാവിൽ ഒരിക്കലും ഇതിൻ്റെ മുകളിലൊരു ഒരു സെർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യില്ല എന്നുള്ള ഉറപ്പുള്ള ആൾക്കാർ ഇരുന്ന് ചർച്ച ചെയ്യാണ്. ബട്ട് ഇമ്മീഡിയറ്റ് സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ആർ യു എംപ്ലോയബിൾ? ക്യാൻ എ കമ്പനി ഹയർ യു? ആൻഡ് ക്യാൻ യു കമ്പനി സർവൈവ്? ഇസ് ഇറ്റ് ഹാവിങ് എ ഗ്രോത്ത്? ഇതൊക്കെ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഇമ്മീഡിയറ്റ് ഷോർട്ട് ടേമിൽ ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്ന പല ആൾക്കാരെയും അൺകംഫർട്ടബിൾ ആക്കുന്ന ചോദ്യങ്ങളാണ്. ആ അൺകംഫർട്ടബിൾ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ് മെജോറിറ്റി ഓഫ് ആൾക്കാർ ഈ സെർമണൈസും തിയറൈസും ചെയ്യുക. So I'll go to Nitin, but we have to really focus on the skill thing more and more into really practically how people can do it. Environment Day പറഞ്ഞ അതേ സാധനമാണ്, എനിക്ക് ചെയ്യാൻ പറ്റുന്നതിനെ മെഷർ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇല്ലെങ്കിൽ ബാക്കി എല്ലാ ഡയലോഗും വലിയ അർത്ഥമൊന്നുമില്ല. നിതിൻ, go ahead. Hi, thanks Vinod. എൻ്റെ പേര് നിതിൻ. I'm running a startup which is into electronics and neuroscience. അപ്പം ഇതിൽ ഈ ഒരു വിഷയത്തിൽ I had a couple points. അപ്പോൾ ഒന്ന്, I agree. I think the biggest confusion here is that innovation and entrepreneurship are oftentimes read together. ഇന്നോവേഷൻ ലേണിംഗ് എപ്പോഴും ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ഒരാൾക്ക് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. ഏത് കമ്പനിയിൽ പോയാലും ഇറ്റ്സ് ഗുഡ്. പക്ഷേ oftentimes people might not have the stomach to take in entrepreneurship. Like there were many times where I felt lonely and ഫണ്ട് വരാമെന്ന് പറഞ്ഞ് ഫണ്ട് വരില്ല, ലീഗൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചെറിയ പ്രായത്തിൽ ആ ചിലപ്പോൾ എല്ലാവർക്കും എടുക്കാൻ സാധിച്ചില്ല എന്ന് വരും. അപ്പം you should not always forcefully put people into ഇങ്ങനെ സ്റ്റാർട്ടപ്സ് ആണ് the only way of innovation എന്ന് പറയുന്നത് തെറ്റാണ്. But I think innovation in itself can be promoted really well, and if people really like the spirit of entrepreneurship, they can go in. The second thing that I wanted to point out is that ഇപ്പം നമ്മുടെ നാട്ടിൽ what I find is that ടെക്നോളജി, ഇപ്പോൾ സ്റ്റാർട്ടപ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ടെക്നോളജിയിൽ ഒരു എഡ്ജ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആ ഒരു സാധനത്തിൽ like we have some fighting chance. അപ്പം oftentimes people like we need to be on that bleeding edge of tech or be aware of what is happening in that field to come out really well. അപ്പം ആ ഒരു അതിന് വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിൾസ്, അതിന് വേണ്ടിയിട്ടുള്ള സോഴ്സസ് ഓഫ് ഇൻഫർമേഷനോ, എവിടെയാണ് അതിൻ്റെ ഹോട്ട് സ്പോട്ട്സ് നടക്കുന്നത്, ആ ഒരു വാച്ച് ചെയ്യണം, എവിടെ നോക്കണമെന്ന് ആൾക്കാർക്ക് കുറച്ചും കൂടി ഗൈഡൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഈസ് വൺ ഗ്രേറ്റ് തിങ്. The third thing that I really liked what I want to say is about what Vinod said. നമുക്ക് നോക്കി പഠിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഇത് ഒരു മോഡൽ നമുക്ക് നോക്കിയാൽ ഇറ്റ് വുഡ് ബി വെരി ഹെൽപ്ഫുൾ. ഫോർ എക്സാമ്പിൾ, ഞാൻ കോളേജിലുള്ളപ്പം അന്ന് സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്നുള്ളൊരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു കൊച്ചിയിൽ. അപ്പം അവിടെ വി യൂസ് ടു ഹാങ് ഔട്ട് ആസ് സ്റ്റുഡൻസ്, ആൻഡ് അവിടെ എല്ലാവരും 10-30 സ്റ്റാർട്ടപ്സ് ആണെങ്കിൽ അവരൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുമായിരുന്നു. അവരിങ്ങനെ ഫണ്ട് റേസ് ചെയ്ത് പോകുന്നതും കുഞ്ഞി ഓഫീസിൽ നിന്ന് വലിയ ഓഫീസിൽ പോകുന്നതും അവരൊക്കെ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ ആ മോഡൽ നമ്മൾ നേരിൽ കാണുമ്പം നമുക്ക് അവർ രാവിലെ വരുമ്പം നല്ല അടിപൊളി ബീൻ ബാഗും ഓഫീസിൽ ലാപ്ടോപ്സും ഇതൊക്കെ വെച്ചിരിക്കുന്നതും, രാത്രി പോകുന്നത് ഓടിട്ട വീട്ടിൽ മഴ പെയ്യുമ്പോൾ ചോറുന്ന വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരും, അങ്ങനെ യു സീ ബോത്ത് ദ പ്ലസ് ആൻഡ് ദ മൈനസ്. എന്നിട്ടും അതിന് the person is more aware about what are all the things ahead, and കുറേ അവരുടെ അടുത്ത് നമുക്ക് ലേണിങ്സ് ഇങ്ങോട്ടേക്ക് കിട്ടും, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്നുള്ളത്. ഇപ്പം എനിക്ക് കൂടുതലും തോന്നുന്നത് നമുക്ക് ഇങ്ങനെ ഹോട്ട്സ്പോട്ട്സിൻ്റെ എണ്ണം, അല്ലെങ്കിൽ എവിടെ നിന്നാ അത് നമുക്ക് എക്സാക്ട്ലി ഫുള്ളി പഠിക്കാൻ പറ്റുക എന്നുള്ള ഒരു ഹോട്ട്സ്പോട്ട്സ് ആക്ച്വലി കുറവാണ്. ഇപ്പം ഐ അഗ്രി സ്റ്റാർട്ടപ്സ് ആർ സ്പ്രെഡ് ഓൾ അക്രോസ് കേരള റൈറ്റ് നൗ. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നോളജ് ഷെയറിങ് കുറച്ചൊന്ന് കുറയുന്നുണ്ടോ എന്ന് എനിക്കൊരു തോന്നാറുണ്ട്. പിന്നെ എനിക്ക് എപ്പോഴും ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ് ഇസ് അബൌട്ട് ദ ഫാക്ട് ഓഫ് ഇന്റേൺഷിപ്സ് ഓർ അപ്രന്റിസ്ഷിപ്പ്. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ഒരു അപ്രന്റീസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിലോ ഒരു ഇന്റേൺ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ദർ സോ മച്ച് ദാറ്റ് വി ലേൺ. അപ്പം നമ്മൾ അങ്ങനെ ഒന്ന് പഠിച്ചിട്ട് ഒരു ഇൻഡസ്ട്രിയിലോട്ടേക്ക് വരികയാണെങ്കിൽ ദർ സോ മച്ച് തിങ്സ് ദാറ്റ് വിൽ ബി ആ തുടക്കം എന്ന് നമുക്കൊരു ജംപ് സ്റ്റാർട്ട് കിട്ടും. നമ്മളൊരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് 1-2 കമ്പനി ഇന്റേൺസ് ആയാൽ ആ സ്ട്രക്ചറും സാധനമൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാവും. ആൻഡ് ഫോർ ദാറ്റ് ഇഫ് യു ക്യാൻ എൻകറേജ് ഓർ അറ്റ്ലീസ്റ്റ് അപ്രന്റിസ്ഷിപ്പ് ഒരു നല്ലൊരു സാധനമാണ്, ഇന്റേൺഷിപ്പ് നല്ലൊരു റെസ്പെക്റ്റഡ് സംഭവമാണെന്ന് പറയുന്നത്. ഇറ്റ് വുഡ് ഗോ എ ലോങ് വേ ഇൻ ടു ബിൽഡിങ് ഓൾ ദീസ് പീപ്പിൾ ടു തിങ്ക് അവർക്ക് ബീൻ ബാഗിൽ രാവിലെ ഇരിക്കണോ രാത്രി ഓടിട്ട വീട്ടിൽ ഉറങ്ങണോ എന്നുള്ള. വിത്ത് ദാറ്റ് ഐ ഡൈഗ്രസ്. Thanks, Nitin. Saji.
ഞാൻ എന്തൊക്കെയാണ് പറയേണ്ടതെന്നുള്ളതൊന്ന് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടില്ല. എന്നാലും ഞാൻ എൻ്റെ ചെറിയ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ശരിക്കും ഞാനൊരു സ്റ്റാർട്ടപ്പ് എടുത്തു ചാടിയ ഒരാളല്ല. ഒരു 20 ഇയേഴ്സോളം ഞാൻ നമുക്ക് ഫ്രെയിം ചെയ്യാതെ പറയുകയാണ് വേണ്ടത് സജി. കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഇപ്പം ആൾക്കാർ ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്തിട്ട് സ്വന്തം പിക്ചർ അതിൻ്റെ ഉള്ളിൽ ഇടാൻ വേണ്ടി നോക്കുക. ഒരാളുടെ ഫ്രെയിം അതെ അതെ എടുത്തിട്ട് വേറെ ഈ ഫ്രെയിം ഇല്ലാണ്ട് സംസാരിച്ചാൽ ഞാനിത് മതി. കേട്ടപ്പോഴേ ഞാനിത് പറയാൻ ഇതാവുമെന്നുള്ള അത്രത്തോളം സ്കിൽ മീൻ ടെക്നിക്കലി നമുക്ക് അത്രയും നോളജ് ഇതിനകത്തില്ല. ഞാനൊരു 20 ഇയേഴ്സ് കോഴിക്കോടാണ് എൻ്റെ വീട്. ഞാനൊരു 20 വർഷത്തോളം ഒരു ട്രാവൽ ഇൻഡസ്ട്രിയിലെ ഒരു പ്രോഡക്റ്റ് ആൻഡ് സൊല്യൂഷൻസ് ലീഡായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 20 ഇയേഴ്സ് ആയപ്പോൾ എനിക്ക് തോന്നി ഈ അതിന്റെ കണ്ടമാനം ഇപ്പം ആ ട്രാവൽ ഇൻഡസ്ട്രിയിലുള്ള ഗ്യാപ്സ് ഇത്രയും ഗ്യാപ്പുകളുണ്ട്. സോ എയർലൈനിൽ നിന്നുള്ള ടിക്കറ്റ് ക്യാപ്ചറിങ് അല്ലെങ്കിൽ മൾട്ടി ലിംഗ്വൽ ഓപ്പറേഷൻസ് ഇല്ലാത്ത ഒരവസ്ഥ, അത് മൾട്ടി കറൻസീസ് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഈ സോഫ്റ്റ്വെയറിന്റെ ഒക്കെ ഉള്ള അവസ്ഥയുണ്ട്. മൾട്ടിപ്പോ ഞാൻ വർക്ക് ചെയ്ത വലിയ ട്രാവൽ ഗ്രൂപ്പിലാണ് ഇന്ത്യയിലുള്ള. സോ അവർക്ക് ഒരു ഓവർസീസ് ഓപ്പറേഷൻസിനുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അത്ര ആ ഒരു ഗ്യാപ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് എനിക്ക് തോന്നി ഐ ആം എ ഡൊമൈൻ എക്സ്പേർട്ട്. ഞാൻ എൻ്റെ MBA സിസ്റ്റംസ് കഴിഞ്ഞിട്ടുണ്ട്, 20 വർഷത്തിൽ അധികമായി കഴിഞ്ഞിട്ടുണ്ട്. സോ ഞാൻ വിചാരിച്ചു ഈ ഒരു സൊല്യൂഷൻ നമുക്ക് പറ്റുമെന്നുള്ള എൻ്റെ ഒരു കോൺഫിഡൻസിന്റെ മുകളിൽ ഇപ്പൊ ഞാൻ ചിന്തിക്കുമ്പോൾ അതൊരു എടുത്തുചേട്ടാണ്. പക്ഷെ അന്ന് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. അതാണ് ഞാൻ ഇതിനകത്ത് എടുത്ത് ചാടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. ഞാൻ ആ കാലത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഐ വാസ് വെരി വെരി കോൺഫിഡൻറ്റ്. എനിക്ക് ഈ ഡൊമൈനെ കുറിച്ചുള്ള വളരെ വ്യക്തതയുള്ള അറിവുണ്ട്. എന്തൊക്കെയാണ് ഇത് പ്രോബ്ലം എന്നുള്ളത് അന്ന് ഞാനിത് സോൾവ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനൊരു 2017 അവസാനമായപ്പോൾ ഞാനൊരു കമ്പനി ഫോം ചെയ്തിട്ട് I recruited around 14 people and